ശരീരം സുഖത്തിലല്ല, നീരുവീഴ്ചയും ദേഹടച്ചു വേദനയുടെ കൊണ്ട് തന്നെ വീട്ടിലിരുന്ന് ഏറ്റവും ചുരുങ്ങിയ സാഹചര്യത്തിരുന്നുകൊണ്ട് സംസാരിക്കേണ്ട സമയമാണെന്ന് തോന്നുന്നു. രണ്ട് ഭാഗമായിട്ട് സംസാരിക്കാമെന്ന് ഉദ്ദേശിക്കരുത്. ഒന്ന് ഒല്ലൂർ കേന്ദ്രീകരിച്ച് സംസാരിക്കുക, മറ്റത് സംസ്ഥാനം കേന്ദ്രീകരിച്ച് സംസാരിക്കുകയാണ്. ഒന്നാം ഭാഗം ഒല്ലൂരിനെ കുറിച്ചിട്ടായിരിക്കും. ശരീരം സുഖമില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് എത്രത്തോളം അത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് അറിയില്ല. വല്ലാത്തൊരു പ്രയാസമുണ്ട് വാസ്തവത്തിൽ. പലരും പറയുന്നത് ഈ പാർട്ടിയെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല എന്നാണ്. അത്ര വലിയ പടുകുഴിയിലാണ് പ്രസ്ഥാനം CPM വന്നു വീണിട്ടുള്ളത്, അതിന് മോചനമില്ല എന്നാണ് പലരും പറയുന്നത്. എന്നെപ്പോലുള്ള ആളുകൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴും മനുഷ്യരുമായി വളരെ അഭേദ്യമായ ജൈവബന്ധമുള്ളത് ഒരുപക്ഷെ CPM തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നിലനിൽക്കണം. അത് CPM എന്നുള്ളൊരു അങ്ങനൊരു ചട്ടക്കൂടിൻ്റെ കാര്യം മാത്രമല്ല. CPM എന്നൊരു പാർട്ടി എന്ന നിലയ്ക്ക് മാത്രമല്ല, ഒരു വേറിട്ടൊരു ആശയം. CPMനത് മുഴുവൻ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ അല്ലെങ്കിൽ ഉണ്ടോ എന്നുള്ളതല്ല. ഒരു ഇടതുപക്ഷത്തിൻ്റെ വിശാലമായ ഇടതുപക്ഷം ഈ രാജ്യത്തുണ്ടാവേണ്ടതാണ്. അതിൽ വളരെ പ്രാധാന്യമുള്ള പാർട്ടിയാണ് CPM. ഞാൻ കേൾക്കുന്നത്, കുറേ കാലങ്ങളായി ഞാൻ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലില്ല, മറ്റൊരു കാര്യങ്ങളിലാണ് ഞാൻ ചെയ്തിരുന്നത്. ഞാൻ കേൾക്കാറുണ്ട്, കാണാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ എന്നോട് പറഞ്ഞ പലരും, സഖാവേ ചെറിയാമാഷേ, നിങ്ങൾ പ്രവർത്തിച്ചിരുന്ന കാലമല്ല ഇപ്പോൾ. അഹങ്കാരികളും ഹുങ്ക് കാണിക്കുന്നവരുമാണ്. ജനങ്ങളെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നവരാണ്. ഒരു കാര്യത്തിന് ചെന്നാൽ പട്ടിയുടെ മുന്നിൽ പൂച്ച എന്ന പോലെ, പട്ടിയുടെ മുന്നിൽ പൂച്ച പോലെയുള്ള പെരുമാറ്റമാണ്. ഇവർ എങ്ങനെ ഇങ്ങനെ ആയി എന്നവർ ചിന്തിക്കുന്നില്ല. വോട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജാഥകൾ കഴിഞ്ഞാൽ, പോസ്റ്റ് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ അവർക്ക് വേണ്ട. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിക്കുന്നു, ഇവർക്കൊക്കെ ബോധോദയം ഉണ്ടാവണമെങ്കിൽ തോൽക്കണം, പരാജയം ഉണ്ടാവണം. അപ്പോൾ ഞങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു, ഇവരുടെ ഹുങ്ക് മാറ്റാൻ അതേ ഒരു വഴിയുള്ളൂ. തീർച്ചയായിട്ടും ഇഷ്ടമില്ലെങ്കിലും പാർട്ടി നിർത്ത സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാതെ ഇഷ്ടമില്ലാത്തൊരു പാർട്ടിക്കും ഞങ്ങൾ വോട്ട് ചെയ്യും. രണ്ട് കാരണം കൊണ്ട്. ഒന്ന്, ഇങ്ങനെ പ്രത്യക്ഷത്തിൽ പറഞ്ഞാൽ പാർട്ടി എന്നുള്ള വലിയൊരു ശക്തി കേന്ദ്രം ഞങ്ങൾക്ക് എതിരാവും. ഭീഷണിയുടെ സ്വരം ഉണ്ടാവും. രണ്ട് തരത്തിൽ ഭീഷണിയുണ്ട്. ഒന്ന് കായികപരമായിട്ടുള്ളത്, മറ്റത് സാമൂഹ്യപരമായിട്ടുള്ളത്. ലോൺ, മറ്റുള്ള പ്രവർത്തനം, സഹായം, ഈ ഡിവിഷൻ ഇന്ന് കിട്ടുന്ന ആനുകൂല്യം, ഇതൊക്കെ ഇല്ലാതാവും. അതുകൊണ്ട് ഞങ്ങൾ കുറച്ചുകൂടി ഇഷ്ടമില്ലെങ്കിലും കുറച്ച് കരുത്തുള്ള, ഇവരെ പ്രതിരോധിക്കാൻ കഴിവുള്ള വർഗീയത ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ അവർക്ക് വോട്ട് ചെയ്യും, ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ ആളുകൾ എൻ്റെ മുന്നിലുണ്ട്. ഞാനവരെ മനസ്സിലാക്കാൻ
മണിക്കൂറുകളോളം ചെലവഴിച്ചിട്ടും ചെറിയ മാഷ്ക്കറിയില്ല ഇവരുടെ പോക്ക് അത്രത്തോളം ഗുരുതരമാണ്. ഇവരെ നിയന്ത്രിക്കാൻ അണികളില്ല, നേതാക്കളുമില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കവരെ കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ല. തെരഞ്ഞെടുപ്പ് വിജയം റിസൾട്ട് വന്നപ്പോൾ തീർച്ചയായിട്ടും സംഭവിച്ചു. വളരെ എളുപ്പത്തിൽ ജയിക്കാവുന്ന പ്രഗത്ഭനായൊരു സ്ഥാനാർത്ഥിയാണ് സുനിൽകുമാർ. പക്ഷേ തോറ്റിരിക്കുന്നു എന്ന വലിയ സത്യം നമ്മുടെ മുന്നിൽ വന്നുപെട്ടു. സീനാ ഭാസ്കറുടെ ചോദ്യം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളെല്ലാവരും കൂടി സുരേഷ് ഗോപിയെ ജയിപ്പിച്ചില്ലേ? ഞാൻ അപ്പോഴും വിശ്വസിച്ചില്ല. വൈകുന്നേരമാകുമ്പോൾ സുരേഷ് ഗോപി പിന്നിലാവുകയും സുനിൽകുമാർ മുന്നിൽ വരികയും ചെയ്യുമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കൂട്ടിലൊരും കരുവന്നൂർ തോട്ട് കുറഞ്ഞാൽ മറു സ്ഥലത്തു നിന്ന് കൂടി വരുമെന്ന് വിചാരിച്ചു. സംഭവിച്ചില്ല. പക്ഷെ ഇതെല്ലാം കണ്ട് പഠിച്ചുവോ എന്നൊരു ചോദ്യം മുന്നിലുണ്ട്. പലപ്പോഴും കുറേ മാറ്റം ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ ഗ്രാസ് റൂട്ട് ലെവൽ നേതാക്കൾ അത് പഠിച്ചിട്ടില്ല എന്നാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പാർട്ടി നശിച്ചാലും കുഴപ്പമില്ല എന്നാണ്. ഞാൻ 27 ഡിവിഷനുമായി ബന്ധപ്പെട്ടിട്ടും കൂടിയാണ് സംസാരിക്കുന്നത്. ഇങ്ങനൊരു സാഹചര്യമുള്ളപ്പോൾ എല്ലാവരും ഒത്തുപിടിച്ച് എല്ലാവരും വിശ്വാസം ആർജിച്ച് എല്ലാവർക്കും ഒരു ദിശാബോധം ഉണ്ടാക്കേണ്ട പ്രസ്ഥാനം വളരെ സങ്കുചിതമായി ധിക്കാരത്തിൻ്റെ ഭീഷണിയുടെ സ്വരം ഉയർത്തുന്നു ഇപ്പോഴും എന്നുള്ളതാണ്. കുട്ടല്ലൂർ സഹകരണ സംഘം അതിൻ്റെ ചതിക്കുഴിയിലൂടെ സഞ്ചരിക്കുന്ന നേരത്ത് അവിടെ ഉണ്ടായിരുന്ന സെക്രട്ടറി അവിടെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജീവനക്കാരൊക്കെ സൂചിപ്പിച്ചു ഇത് തെറ്റാണ്. അങ്ങനെ സൂചിപ്പിച്ച ആളുകളെ എന്ത് ചെയ്തു? ഭീഷണിപ്പെടുത്തി അവരെ സംഘത്തിൽ നിന്ന് പുറത്തു പോകാൻ പ്രേരിപ്പിച്ചു. ഇപ്പോൾ ഒരു ജീവനക്കാരൻ ജയന്നുള്ള ജീവനക്കാരൻ ലീവ് എടുത്ത് പുറത്തേക്ക് പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെ പലരും CIT സംഘടന മാറി മറ്റു സംഘടന BJPയുടെ സംഘടനയിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നു, രക്ഷ കിട്ടാൻ. അപ്പോഴും ഇവർ തിരുത്താൻ തയ്യാറാവുന്നില്ല. ആ തിരുത്താൻ തയ്യാറാവാത്തത് തീർച്ചയായിട്ടും അപകടകരമാണ്. ഇപ്പോഴും കണ്ണുരുട്ടൽ രാഷ്ട്രീയം തുടർന്നു പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് ശരിയല്ല. അതിന് കാരണം ഈ അടുത്ത് 22 ഡിവിഷൻ പലവിധ പരിപാടി നടത്തിയപ്പോൾ ആദ്യകാലങ്ങളിൽ ആര് ഭരിക്കുമ്പോഴും എല്ലാവരും ചേർത്ത് പിടിക്കുമെന്ന് എല്ലാ രാഷ്ട്രീയ സംഘടനയും. ഇപ്പോൾ കുറച്ച് കാലങ്ങളായി CPMനോടനുബന്ധ CPMO അടുത്ത് മെഡിക്കൽ ക്യാമ്പ് CPMൻ്റെ പ്രതിനിധി മാത്രം, പിന്നെ CPIയുടെ ഉണ്ടോ എന്ന് സംശയം. ബാക്കിയുള്ളവർ വിളിക്കാതെ നടത്തി എന്നതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുകയും അത് ശരിയല്ല. ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാവരും ഒന്നിപ്പിക്കേണ്ടതാണ് എന്ന് ഞാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇപ്പോൾ ഡിവിഷൻ സഭ കൂടി അത് ഓണം പരിപാടി നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതെല്ലാം മുൻകാലാനുഭവം വെച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ആളുകൾ മാത്രം തിരികെ കയറ്റുന്ന പരിപാടി ചെയ്യരുത്, എല്ലാവരും വിളിക്കണം. അത് KP പോൾ കണ്ണുരുട്ടിയെന്നോ വർഗീസ് കണ്ടംകൊളുത്തി മീശ പിരിച്ചു എന്ന് പേടിയുണ്ട്. ഡിവിഷൻ കൗൺസിലർ ശ്യാമള വേണുഗോപാൽ ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കാതിരിക്കരുത്. ശ്യാമള പറഞ്ഞു, എനിക്ക് പറ്റില്ല, പാർട്ടിയാണ് നിർത്തിയത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ലിസ്റ്റ് കൊടുത്തപ്പോൾ അവർ വെട്ടി, എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, അതുകൊണ്ട് എനിക്ക് പരിമിതിയുണ്ട്. ഞാൻ പറയുന്നു, പാർട്ടി പണ്ടത്തെ പാർട്ടിയല്ല, പണ്ടത്തെ സ്ഥാനമല്ല, നേതാക്കളുമല്ല. ജനങ്ങളോട് നമ്മൾ ഉത്തരവാദിത്തമുണ്ട്, ഭരണഘടനയോട് ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ ഇവർ ചെയ്യുന്ന ഏത് കള്ളത്തർക്കും കൂട്ടുനിൽക്കലല്ല ഈ പ്രതിനിധികൾ, അണികൾ, നേതാക്കൾ. ആ നിലപാടെടുത്തില്ല എങ്കിൽ ഈ കുട്ടല്ലൂർ സംഭവം വീണ്ടും ആവർത്തിക്കും. ഈ ഓണാഘോഷമായിട്ട് ബന്ധപ്പെട്ട്
എന്നിട്ട് ഇത് പറഞ്ഞപ്പോൾ അവിടെ വെച്ച് ഞങ്ങൾ സംസാരിക്കും, കുട്ടികൾക്ക് സമ്മാനം കൊടുക്കണം, ആദരിക്കണം, എല്ലാവരെയും വിളിക്കണം എന്ന് തീരുമാനിച്ചു. കൂട്ടത്തിൽ നമ്മുടെ ഡിവിഷനിലെ ഒരു കവിയും സാഹിത്യകാരനുമായിട്ടുള്ള അഗസ്റ്റിൻ കുട്ടലിന് വേണ്ടി ഒരു ആദരവും നമ്മൾ കൊടുക്കണം. അതുപോലെ പ്രഗത്ഭരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൊടുക്കണം. അവിടെയുള്ള അംഗൻവാടി ടീച്ചർമാരും എല്ലാവരും അംഗീകരിച്ചു. പിറ്റേ ദിവസം ആയപ്പോൾ 10 മണിക്കെന്ന യോഗം പറഞ്ഞാൽ കേട്ടത് 11 മണിക്കാണ്. ഞാൻ 10:45 എത്തിയപ്പോൾ ശ്യാമള പറഞ്ഞു, ഞങ്ങളൊക്കെ തീരുമാനിച്ചു ആ പരിപാടി വേണ്ട, അത് വേറെ മാറ്റി വെച്ചു, അഗസ്റ്റിൻ കുട്ടലിനെ വിളിക്കേണ്ട ഇല്ലയെന്ന് തീരുമാനിച്ചു. എന്നിട്ട് ഒരു പോസ്റ്ററൊക്കെ ഇറക്കി. ഞാൻ പറഞ്ഞു, ആരോട് തീരുമാനിച്ചു? നമ്മൾ കൂടി അന്ന് തീരുമാനിച്ച് സമ്മതിച്ചതല്ലേ. അഗസ്റ്റിൻ കുട്ടലിനോട് കവിതയിലൂടെ സംഭാഷണത്തിലൂടെ പ്രസ്ഥാനത്തിനെ എതിർത്ത് പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ വിയോജിക പ്രകടിപ്പിക്കുന്നുണ്ടാവും, ചിലപ്പോൾ അതിരൂക്ഷമായി സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്, അത് നമ്മുടെ ഡിവിഷനിലാണ്. എല്ലാവരും ചേർത്ത് പിടിക്കാവുന്ന വിശാലമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയില്ലെങ്കിൽ നാം എങ്ങനെയാണ് കരകയറുക? സങ്കുചിതമായി ചിന്തിക്കുന്നവരുടെ കൂട്ടമായി ഒതുങ്ങുകയും ജനം വലിച്ചെറിയുകയും ചെയ്യും കമ്മ്യൂണിസ്റ്റുകാരെ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരില്ല, CPM ഇന്നത്തെ പ്രവർത്തകരെ. അപ്പോൾ എന്നോട് ഇത് ഞാൻ സൂചിപ്പിച്ചപ്പോൾ തന്നെ അഗസ്റ്റിൻ പറഞ്ഞു, ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല, അവരത് ഒഴിവാക്കും. ഞാൻ വിചാരിച്ചില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണോത്സവമല്ല, എല്ലാവരും ചേർന്നുകൊണ്ട് എന്താ കുഴപ്പം? അങ്ങനെയാണ് സംഭവിച്ചത്. ഞാൻ എന്നിട്ട് അഗസ്റ്റിൻ്റെ വീട്ടിൽ പോയി ക്ഷമ പറയുകയാണ് ചെയ്തത്. ശരിയാണ്, നീ പറഞ്ഞാണ് ശരി. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഇവർ ഒരിക്കലും ഈ പാർട്ടിയെ സംഘത്തെ രക്ഷപ്പെടുത്താനുള്ള ഉദ്ദേശം ജനങ്ങൾ ഏറ്റെടുക്കാതെ ഇവർ രക്ഷപ്പെടുകയില്ല, ഇവർ രക്ഷപ്പെടുത്തുകയില്ല, ഇവരുടെ സ്വഭാവം മാറ്റുകയില്ല എന്നുള്ളതാണ്. ഇവരുടെ കണ്ണുരുട്ട് രാഷ്ട്രീയം തുടരുന്നു എന്നാണ് കാര്യം. അവർക്ക് ഈ പ്രസ്ഥാനം നശിച്ചാലും കുഴപ്പമില്ല എന്നുള്ള അഭിപ്രായമാണ്. അങ്ങനെ നശിക്കാൻ പാടില്ല എന്നാണ് ഞാൻ കാരണം. അങ്ങനെയാണ് ഞാനൊക്കെ പ്രസ്ഥാനത്തിൽ കണ്ടതും പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചതും. ഞാൻ പ്രസ്ഥാനത്തിൽ വരുന്ന സമയം SFIയുടെ ജില്ലാതലം ആയിരിക്കുമ്പോഴാണ് എന്നെ ഈ പഞ്ചായത്തിൽ പിടിച്ചു നിർത്തിയതിൽ, പ്രവർത്തിക്കാൻ സജീവമാക്കിയതിൽ മാധവേട്ടൻ വലിയ പങ്കുണ്ട്. കണ്ടംകൊളുത്തിക്കൊണ്ട് അതിനേക്കാളേറെ ഒരാൾക്കും കൂടി അതിന് ഒരു ഉത്തരവാദിത്വമുണ്ട്, അല്ലെങ്കിൽ പങ്കുണ്ട്. അത് ഞങ്ങളുടെ കാച്ചേരിയിലുള്ള മടത്തിപ്പറമ്പിൽ ജോണി എന്ന പച്ചക്കറി തരകിൽ കൂലിപ്പണിക്ക് പോയിരുന്ന ജോണിയുടെയും കൂടി പങ്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ SFI പ്രവർത്തിക്കുമ്പോൾ ഇന്ന സമയത്ത് ഒരു AKG ദിനം വന്നപ്പോൾ ഞാനും കൂടി അതിൽ പങ്കു ചേർന്നു. പിന്നീടുള്ള യോഗങ്ങളിൽ പോകാൻ പറ്റാതെ ചെയ്യാറില്ല. ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു നല്ലൊരു SFIയിൽ അങ്ങനെ അന്നൊരു കാര്യം വന്നപ്പോൾ ചെയ്തതാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരനാവാൻ, CPMകാരനാവാൻ അല്ലെങ്കിൽ എനിക്ക് ശക്തി കുറവുള്ള ഒരാളായിട്ടാണ് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ ഒഴിഞ്ഞു നിന്നു. അപ്പോൾ ഒരു ദിവസം ജോണി പറഞ്ഞു, നിങ്ങളൊക്കെ വലിയ ആളുകൾ, യോഗത്തിൽ നിന്ന് വലിയ പ്രമാണിമാരാണ്, ഞങ്ങൾ സാധാരണക്കാർ, ഞങ്ങൾ മാത്രം യോഗത്തിന് പോവുകയും ജാഥ വിളിക്കുകയും ഒക്കെ ചെയ്യും. ഇതെന്നെ വല്ലാതെ വിഷമിപ്പിച്ചു. എന്നെ ഒരു ചുട്ടുപൊള്ളിക്കലിന് വിധേയമാക്കി. ഞാൻ പിന്നെ അന്ന് മുതൽ എല്ലാ യോഗങ്ങളിലും പോയി രാത്രി വരെ വൈകും. രാത്രി വൈകുമ്പം ഇന്നിപ്പോൾ അത് എൻ്റെ കുട്ടികൾ രാത്രി വൈകുമ്പോൾ ഞാൻ ഭയപ്പെടുന്നുണ്ട്. എൻ്റെ പിതാവ് എന്നെ കാണാതെ ഇങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞ് എന്നോട് വിദ്വേഷമൊന്നും പറഞ്ഞില്ല. മദ്യം കഴിച്ച് അവിടെ കിടക്കും എന്നെ കാത്ത്. ഞാൻ വന്ന് തട്ടി ഉണർത്തി സന്തോഷിപ്പിച്ച് അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തൊക്കെ എടുക്കാറ് പതിവ്. പലപ്പോഴും ഞാൻ രാത്രി കിടക്കുന്നത് കണ്ടംകൊളുത്തിരി വീട്ടിലാണ്. ഞങ്ങൾ ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് യോഗം കഴിയുക. കണ്ടംകൊളുത്തിരി വീട്ടിൽ ചെല്ലുമ്പം അവിടെ അമ്മ ആ ഡെസ്കിന് മുകളിൽ 2 പാത്രം ചോറ് വച്ചിട്ടുണ്ടാവും. അത് വലിയൊരു സ്റ്റീൽ അതിൽ നിറച്ചുണ്ടായിരിക്കും. ആ നിറച്ച ചോറ് വളരെ സന്തോഷത്തോടുകൂടി, വളരെ സ്വാദിഷ്ടത്തോടുകൂടി ഞാൻ കഴിക്കുമായിരുന്നു. അവിടെ ചോറുണ്ടോയെന്ന് എനിക്കറിയില്ലായിരുന്നു. ഉണ്ട്, അതൊന്നും കുഴപ്പമില്ല. അമ്മ വളരെ സ്നേഹത്തോടു കൂടി, വളരെ പച്ചഭാവമായിട്ടൊരു അമ്മയാണ് കണ്ടംകൊളുത്തിയുടേത്.
അങ്ങനെ അതുകൊണ്ട് തന്നെ എനിക്ക് കണ്ടംകുളത്തിയെ അത്രമേൽ ബന്ധമുണ്ട്. അവരുടെ അമ്മയെ, അനിയത്തിമാർ, അവരുടെ അപ്പച്ചൻ, അവരുടെ അനിയത്തിമാരൊക്കെ എൻ്റെയും കൂടി അനിയത്തിമാരായി ഞാൻ കരുതിയിരുന്നു. കണ്ടംകുളത്തി ഒരു പാർട്ടി നിലയ്ക്ക് മറ്റൊരു ബന്ധവും കൂടി, മാനസികമായിട്ട് ബന്ധം അദ്ദേഹത്തോടൊപ്പമുണ്ട്. എന്നോടും അങ്ങനെയാണ് കാണിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിനി തുറന്നു പറയുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് വാസ്തവത്തിൽ പറയാൻ. പറയാതിരുന്നാൽ അതിനേക്കാൾ കുറ്റകരമായ മൗനമായി വ്യാഖ്യാനിക്കുകയും ചെയ്യും എൻ്റെ മനസ്സിൽ. അപ്പം ഞാൻ വന്ന സമയം ഇങ്ങനെയായിരുന്നു. ഇത്രയും വളരെ സന്തോഷകരമായിരുന്നു. ഈ മീറ്റിംഗ് കൂടി കഴിഞ്ഞാൽ PKV എന്നുള്ള ഒരു പ്രവർത്തകനുണ്ടായിരുന്നു. അയാൾ പിന്നീട് നടത്തറ യൂണിയൻ CIT ആയി. അവന് മെമ്പർഷിപ്പ് വേണം എന്നാണ് ഒറ്റ ഒരാഗ്രഹം. അതിൻ്റെ പേരിലുള്ളൊരു സംസാരം. കണ്ടംകുളത്തി എന്നും വഴക്കുണ്ടാവും. പക്ഷേ ഈ വഴക്കൊന്നും വൈരാഗ്യത്തിൽ അവസാനിച്ചിരുന്നില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നു. അന്ന് കേട്ടിരുന്ന ഒരു സംഗതി KL ജോണിയേട്ടനെ കുറിച്ചിട്ടായിരുന്നു. അന്ന് LC സെക്രട്ടറി ആണെന്ന് തോന്നുന്നു. KL ജോണിയേട്ടനെ കുറിച്ചിട്ടുള്ള സംസാരം എപ്പോഴും ഉണ്ടാവും. അപ്പോൾ എൻ്റെ ധാരണ അദ്ദേഹമൊക്കെ വലിയൊരു അഴിമതിക്കാരനും സ്വിസ് ബാങ്കിൽ അക്കൗണ്ടുള്ള ഒരാളാണെന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. കുറേ കേട്ടപ്പോൾ ഞാൻ അങ്ങോരുടെ വീട്ടിൽ പോയി. ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്, ഉണ്ടെങ്കിൽ തെറ്റാണ്, പിന്തിരിയണമെന്ന് പറഞ്ഞ്. സഖാക്കളാകുമ്പോൾ നമ്മൾ തുറന്നു പറയണമല്ലോ. ആൾ പറഞ്ഞു, ഞാൻ പരാതി ചെയ്ത് കൊടുക്കാൻ പൈസ മേടിക്കും, അല്ലാതെ മറ്റൊന്നും ചെയ്യാറില്ല. പക്ഷേ ഞാൻ വോട്ട് കമ്പനി ആദ്യം കൂടെ പോയപ്പോൾ പലവിധ മുതലാളിമാരും പറഞ്ഞു, കാശ് മേടിക്കും, 500 രൂപ മേടിക്കും, പിന്നെ തിരിച്ചു തരില്ല. അതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് വലിയ രീതിയിലാണ്. താമസമൊക്കെ ഒരു ടൈപ്പിലാണ് KL ജോണിയേട്ടനും ഭാര്യ LCH ഒക്കെ. പക്ഷെ എൻ്റെ അന്നത്തെ ധാരണ എങ്ങനെ, ഒരിക്കലും വീട് മേടിച്ചിരുന്നില്ല. LCH ഈ രാഷ്ട്രീയ പ്രവർത്തകയാണ്, 2 മക്കളാണ്. ആ മക്കൾ കുറച്ച് സാമ്പത്തികമൊക്കെ അവർക്ക് കുറച്ച് നന്നായി നടക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ ദോഷങ്ങളും അവർക്കുണ്ടായിരുന്നു. വാസ്തവത്തിൽ അവരുടെ കുറിക്കമ്പനി ഞാൻ അറിഞ്ഞത് ബോധപൂർവം അത് പൊളിപ്പിച്ചതാണ് എന്നാണ്. അതിനെല്ലാം നമ്മുടെ നേതാക്കളാണ് ഈ പ്രചരണം നടത്തിയതെന്നാണ്. ആ ജോണിയേട്ടൻ്റെ മകൻ, ഒരുപാട് കാലം പാർട്ടിയെ നയിച്ച ഒരാളുടെ മകൻ വസൂരി എന്തോ വന്ന് ചിക്കൻ ബോക്സിൻ്റെ ഒക്കെ വന്ന് എന്തോ പ്രശ്നമായിട്ട് മരിച്ചു. 2ാമത്തെ കുട്ടി, അവൻ പാട്ടുകാരനാണ്, പക്ഷേ എങ്ങും എത്താത്ത രീതിയിൽ നിരാശ, ഒരു ഒറ്റപ്പെട്ടവനെ പോലായി മാറി. ഒരു LC സെക്രട്ടറിയുടെ മകനാണ് അങ്ങനെ ഉണ്ടായത്. ആ വീട് ഇപ്പോഴും സ്വന്തമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹം പിന്നീട് ഈ പാർട്ടിയിലേക്ക് വരുന്നു. ഞാനൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ ഒരു പ്രാവശ്യം എന്നെ കണ്ടപ്പോൾ, നിങ്ങളെല്ലാം കൂടി കണ്ടംകുളത്തിയെ വളർത്തി എന്ന് ആദ്യം പറയാറുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടംകുളത്തി വളർത്തിയതല്ല, ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചു. അപ്പോൾ അതിൻ്റേതായ ഗുണങ്ങളുണ്ടാവും. ഞാനതൊന്നും പ്രതീക്ഷിച്ചിട്ട് വന്ന ആളല്ല, പ്രസ്ഥാനത്ത് തുടരാനും ആഗ്രഹിച്ച ആളല്ല. എൻ്റെ ചുമതല നിർവഹിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. ഞാൻ കണ്ടംകുളത്തിയിലെയോ അനുകൂലിയോ KLൻ്റെ എതിരാളിയോ അല്ല. അതുകൊണ്ട് ആ തരത്തിൽ എടുക്കരുത് ഞാൻ പറഞ്ഞു. വെച്ചാൽ കുറച്ച് ബന്ധങ്ങൾ എനിക്കുള്ളുണ്ട്. അദ്ദേഹം ഒരു പ്രാവശ്യം എന്നെ വിളിച്ചിട്ട് ചായക്കളി എന്ന് പറഞ്ഞു, ഇപ്പോൾ നിങ്ങളുടെ KP പോള് EP ജയരാജൻ്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണാമം നടത്തിയിട്ടുണ്ട്. ഇനി പ്രസ്ഥാനത്തിൻ്റെ പതുക്കെ വെച്ചടി മുന്നോട്ട് വരും എന്നോട് പറഞ്ഞു. അത് പിന്നീട് വേറെ പറഞ്ഞു. പിന്നീട് കണ്ടംകുളത്തിയും KP പോളും എന്തോ ചെറിയ 2 ധ്രുവങ്ങളായി അധികാര കേന്ദ്രങ്ങളായി മാറുന്നു എന്നും കൂടി സംസാരം കേട്ടു. ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന കാര്യം. ഞാൻ വരുന്ന സമയത്ത് ഇങ്ങനെ ആയിരുന്നില്ല. വളരെ സ്നേഹപൂർവ്വമായിരുന്നു. മാധവേട്ടൻ എന്ന് പറയുന്നൊരു ജൈവ മനുഷ്യനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, മാധവേട്ടനാണ് എന്നെ സജീവമാക്കിയത് വസത്തിൽ. കാരണം ഞാൻ അവിടെ ദേശാഭിമാനി പുസ്തകക്കടയിലിരിക്കുമ്പോൾ നമ്മുടെ ആളുകൾ വെള്ളയും ഇട്ടൊരു ചുവന്ന ഡയറി പിടിച്ച് പോകും. മുഖം കാണുമ്പോൾ തന്നെ ഒരു ഉദ്യോഗസ്ഥന്മാരെ പോലെ തോന്നുള്ളൂ. ഒരു കളക്ട്രേറ്റ് ജീവനക്കാരെ പോലെ തോന്നുമായിരുന്നു. ഒരു മുഖത്തിന് ചിരി പോലും ഇല്ലാത്ത മനുഷ്യർ.
പക്ഷെ അതിന് തികച്ചും വ്യത്യസ്തമായിരുന്നു ഒല്ലൂരത്തെ കാര്യം. മാധവേട്ടൻ എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു. മാധവേട്ടൻ എന്നാണ് പറയുന്നത്, സഖാവെന്നും കൂടിയല്ല. മാധവേട്ടനും വേലായുധേട്ടനും തമ്മിലുള്ള കോമ്പിനേഷൻ വളരെ ഗംഭീരമായിരുന്നു. ഇവർ രണ്ടുപേരും മർദ്ദനത്തിന് വിധേയരായവരാണ്. ഒല്ലൂർ ഇന്നത്തെ പോലെ ആയിരുന്നില്ല, കോൺഗ്രസ്സുകാരുടെ കുത്തകയായിരുന്നു. മരിക്കേണ്ടവരാണ്. വേലായുധേട്ടൻ രക്ഷപ്പെട്ടു. വർഗീസ് കണ്ണുകുളത്തിലെ അമ്മാവൻ അച്ഛൻ കത്തുകുത്തിയേറ്റു. മാധവേട്ടനും പ്രകടനമുണ്ടായി. പക്ഷെ അതിൽ നിന്നെല്ലാം അതിജീവിച്ച് ഒറ്റക്കെട്ടായി. മാധവേട്ടൻ്റെ കൂടെ കിങ്ങാരേട്ടനും അർജുനേട്ടനും അതുപോലെ ദിവാകരേട്ടൻ എല്ലാവരും ഒരുമിച്ചായിരുന്നു. ആ പാരസ്പര്യം, സ്നേഹ വായ്പ, കൂട്ടായ്മ എത്ര ഗംഭീരമായിരുന്നു. ഇതെല്ലാം എനിക്ക് കുറേ മനസ്സിലായത് നമ്മുടെ സുബ്രേട്ടൻ്റെ ചായക്കടയിലായിരുന്നു. സുബ്രേട്ടൻ്റെ ചായക്കട എന്ന് പറയുന്നത് മാധവേട്ടൻ്റെ ഒപ്പം പ്രവർത്തിക്കുകയും മാധവേട്ടനെ ഹൃദയത്തിൽ ആവഹിച്ചെടുത്ത് ജീവൻ കളയാൻ തയ്യാറായിട്ടുള്ളവരാണ്. മെയ് 1 എല്ലാവർക്കും ഫ്രീ ആയിട്ട് ചായ കൊടുക്കുന്ന ഒരു പരിപാടി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നിട്ടാണ് എനിക്കിതെല്ലാം കേട്ടത്. പണ്ടത്തെ കാലത്ത് സുരേന്ദ്രനെ കുറിച്ചിട്ട്, ചെറിയാനെ കുറിച്ച്, ഒരു മരണം നടന്നിട്ട് പള്ളിക്കാർ വയ്ക്കാതിരുന്നപ്പോൾ ഒല്ലൂർ പള്ളി കൊണ്ടുവച്ചിട്ട് നിങ്ങളെന്ത് ധിക്കാരവരായി പെരുമാറി, ഇതൊക്കെ അവരിൽ നിന്ന് അറിഞ്ഞാണ്. അന്ന് KD ബാബുവിൻ്റെ അപ്പനും മറ്റുള്ള ബാലേട്ടനും CPIയുടെ ബാലൻ അവരൊക്കെ വരുമായിരുന്നു. അവരുടെ കാര്യങ്ങളൊക്കെ ഞാനും കേൾക്കുമായിരുന്നു. വളരെ സന്തോഷകരമായിട്ടുള്ള, വളരെ ആത്മാർത്ഥതയുള്ളൊരു ലോകമായിരുന്നു. ഞങ്ങളും DIFI അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പം ഞങ്ങൾ തെരുവ് നാടകം നടത്തി. ആ തെരുവ് നാടകം ഒരു പൗലോസ് നാടകം കളിപ്പിക്കും. എൻ്റെ പ്രസംഗം ഉണ്ടാവും, CIDS ഉണ്ടാവും, MD പോളി ഉണ്ടാവും, സതീശൻ, ഇവരുടെ പാട്ടുണ്ടാവും. ആ പാട്ടും നാടകവും കഴിഞ്ഞ് വരുമ്പോൾ 10-20 പേർ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. അങ്ങനൊരു സമയത്ത് ഒരു പരിപാടി കഴിഞ്ഞ് വരുമ്പോൾ ആ കൂട്ടത്തിൽ പെട്ട ഒരാളായിരുന്നു ജോസ് പുതുക്കാൻ. അങ്ങനെ ഒട്ടേറെ ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ ഒരു 5 യൂണിറ്റിൽ നിന്ന് 15-19 യൂണിറ്റായി അത് വികസിച്ചു. വലിയൊരു ഹരമായി ഒല്ലൂരിൽ DIFI വളർന്നു. അങ്ങനെ വളർന്നപ്പോൾ ഞങ്ങൾ തമ്മിൽ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ പ്രസ്ഥാനത്തിൻ്റെ സജീവമായി പ്രവർത്തകനാൻ ആഗ്രഹിക്കുന്നവരല്ല. എൻ്റെ അന്വേഷണവുമായി ഞാൻ പിന്നോട്ട് പോകും. വളരെ ബുദ്ധിമുട്ടി ഞാൻ അതിന് പിൻവാങ്ങി ഞാൻ പലവിധ കൂലിപ്പണികളും പലവിധ പരിപാടികളും ചെയ്യാൻ തുടങ്ങി. അതൊരു എക്സ്പീരിയൻസ് ഉണ്ടാവാൻ വേണ്ടി തന്നെയായിരുന്നു ശ്രമം നടത്തിയത്. അതുകൊണ്ട് ഞാൻ അകന്നു വന്നു. അപ്പോഴേക്കും പ്രസ്ഥാനത്തിന് വലിയ മാറ്റങ്ങളുണ്ട്. എല്ലാ തരത്തിലും മാറ്റം വന്നിട്ടുണ്ട്. അധികാര കേന്ദ്രങ്ങളായി മാറി, അധികാരികളായി, ഡിവിഷൻ മെമ്പർമാരുടെ എണ്ണം കൂടി, സൊസൈറ്റി പിടിച്ചെടുത്തു, ഒക്കെയായി കരുത്തന്മാരായി മാറി. അതിനിടയിൽ VSും പിണറായി പക്ഷവും ഉണ്ടാകുന്നു. പിണറായി പക്ഷം വന്നപ്പോൾ VSൻ്റെ പക്ഷത്തായി നമ്മുടെ കണ്ടംകുളത്തി ടീമാണ്. എനിക്ക് സത്യം പറയാം, VS പക്ഷത്തൊന്നും പലരും കണ്ടപ്പോൾ അത് തീർച്ചയായിട്ടും അവർക്ക് വലിയ മൂല്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. എളുപ്പവഴിയിൽ സംസ്ഥാന നേതൃത്വത്തിലേക്ക് എത്താനെത്തി കഴിയുമെന്നുള്ള ധാരണ കൊണ്ടായിരിക്കണം നമ്മുടെ VSൻ്റെ കൂടെ ചേർന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ശക്തമാവുകയും വലിയ രീതിയിൽ അതിന് സഹായകരമായിട്ടുള്ള ആളായിരുന്നു നമ്മുടെ സുബ്രേട്ടൻ്റെ മൂത്ത മകനായിട്ടുള്ള PS രവി ഒരു റൊമാൻറ്റിക് ആളാണ്. ഒരു ജോബ് ഇട്ടിട്ടാണ് പ്രസ്ഥാനത്തിന് വരിക. പക്ഷെ ഓപ്പണാണ് ആൾക്ക്, അവന് വേറെ കുതന്ത്രങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവരുടെ സഹായിയായി മാറി. അവസാനം എന്തോ ഇവർക്കെതിരായിട്ട് സംസാരിച്ചോടുകൂടി ഈ PS രവി അവരെ കണ്ണിൽ കരടായി. അപ്പോൾ അന്ന് അവനെ ഈ കാർഷിക സംഘത്തിൻ്റെ പ്രസിഡൻ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇവർ ബോധപൂർവം എന്തോ ഒരു സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞ് കുത്തിച്ചാടിച്ച് അതിനെ പുറത്താക്കിച്ചു. അവൻ ആ നിരാശയിൽ പിന്നെ പ്രസ്ഥാനത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയി ചായക്കടയിൽ ഒതുങ്ങി. അതുകൊണ്ട് ഒരു ഗുണമുണ്ടായി. പിന്നീട് എന്ത് ചെയ്തു? PS രവിനെ ഒതുക്കാൻ, അവൻ്റെ ശക്തി കുറയ്ക്കാൻ അവൻ്റെ അനിയൻ സതീശനെ കൊണ്ടുവന്നു, അവനെ കാർഷിക സംഘത്തിൽ. അപ്പോൾ അവൻ ഇത് മനസ്സിലാക്കാതെ 2 ധ്രുവങ്ങളായി മാറി. അവരുടെ കരുത്തം കൂടെ കുറഞ്ഞു. ഇങ്ങനെ അറിയുന്ന സമയത്ത് ഞാൻ ചെന്നു. ഒരു ദിവസം ഞാൻ പോകാറുണ്ടായിരുന്നു. ഞാൻ പ്രസ്ഥാനത്തിലേക്കും പോകാറുണ്ട്, കടവളത്തിൽ വീട്ടിൽ പോയി കിടക്കാറുണ്ട്. ഞാൻ പറഞ്ഞു, ഇത് ശരിയായി നിലപാടല്ല. ഇങ്ങനെ തൻ്റെ കൂടെ നിന്ന ആളെ, ഇത്രയും സംഘടിച്ച ആളെ നിങ്ങൾ ഒറ്റിക്കൊടുക്കരുത്, അവസാനിപ്പിക്കരുത്. അത് ശരിയല്ല. അത് നാളെ തനിക്കും കൂടി ബുദ്ധിമുട്ട് വരും. തന്നേക്കാൾ കുതന്ത്രശാലികളായ ആളുകൾ രംഗത്ത് വരും. താൻ
അവർ കുഴിച്ച കുഴി താൻ അറിയ പോലുമില്ല. പക്ഷേ അതിനൊക്കെ അതിജീവിക്കാൻ കഴിവ് കണ്ടംകുളത്തിക്കുണ്ടായിരുന്നു. ഞാൻ പറയും ഒല്ലൂരിൻ്റെ കരുണാകരനാണ്, കുതന്ത്രങ്ങളുടെ രാജാവാണ് അദ്ദേഹം. വാസ്തവത്തിൽ അദ്ദേഹത്തിന് ഒരു സൈക്കിൾ കമ്പനിയും ഒരു കുറി കമ്പനിയൊക്കെ ഉണ്ട്. വേണമെന്ന് വെച്ചാൽ അദ്ദേഹം ബ്ലഡ് കമ്പനി ഒക്കെ നടത്തി വലിയ പണക്കാരനായേനെ വാസ്തവത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു അധികാരിയുടെ സ്വരമാണ് ഞാൻ കേട്ടത്. അപ്പം അന്ന് ഞാൻ വിചാരിച്ചു, ഇനി ഞാൻ ഇവരുടെ പൊളിറ്റിക്കൽ ടോക്ക് എങ്ങോട്ട് നടത്തില്ല എന്ന് തീരുമാനിച്ചു. അത് ഇവനെ രാഷ്ട്രീയ സംസാരം നിർത്തി ഒരു ഭരണാധികാരിയായി എന്ന് എനിക്ക് മനസ്സിലായി. അധികാരം ഇവരെ തലയ്ക്ക് മത്ത് പിടിപ്പിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ വഴി, അത് പ്രസ്ഥാനത്തിൻ്റെ പണിയായി മാറി. പുതിയ തലമുറ വന്നു. പണ്ട് ഞാൻ എൻ്റെ സ്വാധീനം ഇല്ലാതിരിക്കാൻ ബോധപൂർവ്വം ശ്രമം നടത്തി. ഇവർ എൻ്റെ സ്വാധീനം ഉണ്ടാകാതിരിക്കാൻ ബോധപൂർവ്വം അവർ ശ്രമം നടത്തി. ഞാൻ ഒരിക്കലും പോകാതിരുന്നു. എന്നെ പുറമേ എല്ലാം ഗംഭീരം എന്ന് പറയും, ഉള്ളിൻ്റെ ഉള്ളിൽ രഹസ്യമായിട്ട് അവൻ അടുപ്പിക്കരുതെന്നും പറഞ്ഞു. എനിക്ക് മനസ്സിലാവും, നമുക്ക് ആ വേദി അല്ലാത്തതുകൊണ്ട് നമുക്ക് വലിയ താല്പര്യമുണ്ട്, നമ്മൾ മാറുകയും ചെയ്തു. പക്ഷേ നമുക്ക് ഇവർക്കെതിരെ പറയേണ്ട സംസാരിക്കേണ്ട ഗതികേട് വരികയാണ്. ഇത്രത്തോളം ബന്ധമുള്ള ആളുകളെ നമുക്ക് വിമർശിക്കേണ്ടി വരുമ്പോൾ ഒരു പ്രയാസമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാനും അങ്ങോട്ടും വലിയ ബന്ധങ്ങളാണ്. ഇപ്പോഴും അദ്ദേഹം നശിക്കരുത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കുട്ടികൾ ഈ ഒല്ലൂരിലുള്ള ആര് മൂത്രമൊഴിക്കണമെങ്കിൽ KP പോളിൻ്റെയും കണ്ടംകുളത്തിയുടെയും അനുമതി നേടണം എന്ന് വരെ എത്തിയിരിക്കും. കണ്ടംകുളത്തിയുടെ ചാരന്മാരെ പലരും നിയോഗിക്കപ്പെട്ടു. ചിലവരൊക്കെ നിരാശരായി. KP പോൾ ഏതോ ഒരു ഇതില്ലേ, KSJPC ഈ വിഷയത്തിൽ അഴിമതിയായി ബന്ധപ്പെട്ട് ഒരു സംഭാഷണം ഉണ്ടാവുകയും അതിനെതിരായി കണ്ടംകുളത്തിലെ ചാരൻ എന്ന് പറയപ്പെടുന്ന ഒരുവൻ അതിന് ഏറ്റെടുക്കുകയും അവൻ പോവാതിരിക്കുകയും പാർട്ടിയിൽ നിന്ന് വിട്ടുപോയി. പിന്നെ രണ്ടാമത് തിരിച്ചു പോയി. അവൻ്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടുകയൊക്കെ ചെയ്തു. അങ്ങനെ വ്യത്യസ്ത രീതിയിൽ ഒല്ലൂരിങ്ങനെ മറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ കേന്ദ്രീകരിച്ചു കൊണ്ടേയിരുന്നു. വലിയ ഓഫീസ് വന്നു, പലവിധ പുരോഗതി ഉണ്ടായി. ഇതിനിടയിൽ KG രാധാകൃഷ്ണൻ ഒരു ശക്തി കേന്ദ്രമായി. KG രാധാകൃഷ്ണൻ, ജനാർദ്ദനൻ, സുബ്രഹ്മണ്യൻ, പിന്നെ ശശി, അങ്ങനെ ഒട്ടേറെ ചെറുവക ഗ്രൂപ്പ് മാധവേട്ടനെതിരായിട്ടുള്ളൊരു സംഘം ശക്തിയാർജിച്ചു. ഈ ഔദ്യോഗിക തലത്തിൽ KG രാധാകൃഷ്ണന് സ്വാധീനം ഉണ്ടെങ്കിലും ജില്ലാതലത്തിൽ ഇവിടെ സ്വാധീനം ഉണ്ടായില്ല. KGയെ ഒതുക്കാൻ എന്ത് ചെയ്തു? KM രാധാകൃഷ്ണനെ കൊണ്ടുവന്നു LC സെക്രട്ടറിയാക്കി. കണ്ടംകുളത്ത് ഈ കുണ്ടുവിളിക്കാരായതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് എതിർപ്പുണ്ടായില്ല. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് പറയുന്നത്. അങ്ങനെ KM രാധാകൃഷ്ണൻ അതുവരെ പ്രവർത്തനമൊന്നും ഉണ്ടായിരുന്നില്ല. അവനെ LC അല്ലാതെ തന്നെ ഒരുപാട് LC സെക്രട്ടറി ആവാൻ യോഗ്യതയുള്ളവരുണ്ടായിരുന്നു. അപ്പോൾ അവനെ ആക്കി. അതിൽ കുണ്ടോളി തറവാടായതുകൊണ്ട് അവർക്കും വലിയ വിശേഷം ഉണ്ടായില്ല. പതുക്കെ എന്തുണ്ടായി? ഇതെല്ലാം വലിയൊരു സർക്കസുകൾ, ഇത്രമാത്രം ചെക്ക് വയ്ക്കുന്ന സംഗതിയായി മാറുകയാണ്. അങ്ങനെ KM രാധാകൃഷ്ണൻ ശക്തിക്ക് ഇവരൊക്കെ വലിയ കൂട്ടാളെയും തോന്നുന്ന രീതിയിൽ ഇവർ പെരുമാറുകയും അപ്പുറത്ത് KLും KGയും കൂടിയുള്ള കേന്ദ്രം മാധവേട്ടനെ വിമർശനത്തിൻ്റെ മുന എത്തിപ്പിടിച്ചു. ഉള്ളിൻ്റെ ഉള്ളിൽ സമയവും കാലവും വരുമ്പോൾ മാധവേട്ടനെ ഒതുക്കാൻ കണ്ടംകുളത്തിയും KPയും ഗൂഢാലോചന നടത്തി എന്നാണ് പുറമെന്ന സംസാരം. അതിൻ്റെ പ്രത്യാഘാതം ആയിരിക്കാം അദ്ദേഹം മരിക്കുന്ന ഒരാഴ്ച മുമ്പ് എൻ്റെ വീട്ടിൽ വരികയും വളരെ മാനസമ്മർദ്ദത്താൽ അടിമപ്പെട്ടൊരു മനുഷ്യനെ പോലെ എന്നോട് സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹം വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ വളർത്തിക്കൊണ്ടുവന്ന ആളുകൾ തന്നെ എതിരായിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു രോഗിയുടെ അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഒരു കാലഘട്ടത്തിൽ വളരെ ഐക്യത്തോടുണ്ടായിരുന്ന ആളുകൾ വ്യത്യസ്ത രീതികളിൽ അധികാരവും എല്ലാം കൂടി വരുമ്പോൾ എങ്ങനെ നശിക്കും? ഏത് പ്രസ്ഥാനവും നശിക്കും. ഇപ്പോൾ ക്രിസ്തുമതമാവട്ടെ, ഹിന്ദുമതം, അല്ലെങ്കിൽ ബുദ്ധമതമാവട്ടെ, ഏത് കോൺഗ്രസ് ആവട്ടെ, എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ KG ഒതുക്കാൻ ഒരു ടീമും ഉണ്ടാവുകയും മാധവേട്ടനെ ഇല്ലാതാക്കാൻ മറ്റൊരു കൂട്ടരും രഹസ്യം പരസ്യമായിട്ട് എങ്ങനെ നടക്കുന്നൊരു കാലം.
അപ്പോഴാണ് KGയുടെ ഭാര്യ കാർഷികേതര സംഘത്തിൽ ജോലിക്കാരിയാവുന്നത്. വിദ്വേഷത്തിൻ്റെ അങ്ങേ തലയ്ക്ക് എങ്ങനെ എത്തി എന്നുള്ള ഉദാഹരണമാണ് ഞാൻ കേട്ടപ്പോൾ ഞെട്ടിപ്പോയത്. ജീവനക്കാരിയാണ്, അവർക്ക് വേണമെങ്കിൽ സ്ഥിരമാക്കും. ഇപ്പം എല്ലാവരും അത് പൂക്കോടം സൊസൈറ്റി എന്നറിയാം, അവരാണ് തുടങ്ങി വെച്ചത്, കോൺഗ്രസ്സുകാരാണ് തുടങ്ങി വെച്ചത്. പിന്നെ അവർ ചവിട്ടി പുറത്താക്കപ്പെട്ടു. അതുകൊണ്ട് ഗുണമുണ്ടായി, ദോഷമുണ്ടായി. അപ്പോൾ അവിടെ എല്ലാം പാർട്ടിക്കാർ ജീവനക്കാരായി മാറി. ആ ജീവനക്കാർ ഇപ്പോൾ ഈ KG രാധാകൃഷ്ണൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു. KG രാധാകൃഷ്ണൻ ഞാൻ ചെല്ലുമ്പോൾ മൊയ്തീൻ ഷേലത്ത് ജീവനക്കാരനായിരുന്നു. പിന്നീടാണ് ഈ രംഗത്ത് വരിക. അവരുടെ വീട്ടുകാരൊക്കെ നമ്മളോട് വളരെ സ്നേഹമുള്ള മണിയേട്ടൻ്റെ പെങ്ങളുടെ ഒക്കെയാണ് അവർ. ജോലി മേലിട്ടയുടെ മണിയേട്ടൻ്റെ. അപ്പോൾ അങ്ങനെ KGയിലെ വന്നപ്പോൾ എന്ത് ചെയ്തു, അവരുടെ പ്രായപരിധി അവസാനിക്കും വരെ അവരെ അതിൽ നിയമിക്കില്ല, അവർക്ക് ജോലി സ്ഥിരമാക്കിയില്ല. അത് കഴിഞ്ഞപ്പോൾ കോൾ ഫോർ ചെയ്തു. ഞാൻ കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനെയൊക്കെ നാം ചെയ്യാമോ വാസ്തവത്തിൽ? ഈ രീതിയിൽ നമ്മുടെ സംഘടന, ഉല്ലൂർത്ത് സംഘടന വളരെ സങ്കുചിതമായിപ്പോയി, വളരെ ക്രൂരന്മാരായിപ്പോയി എന്നാണ്. പലരും നിശബ്ദരാക്കപ്പെട്ടു. ഞാനൊക്കെ അതിന് അത് ഒരിക്കലും എന്നെ തെറ്റിദ്ധരിക്കരുത്. കണ്ടപുറത്തി എന്നെ പുറത്താക്കിയതല്ല, അല്ല ഒഴിവാക്കിയതല്ല, ഞാൻ പുറത്തു പോയതാണ്. ചിലർ പറയുന്നുണ്ട് കണ്ണപുറത്തി എന്നെ ചവിട്ടി താഴ്ത്തിയതാണ്. ഒരിക്കലുമല്ല, സത്യമല്ല. അത് എന്നെ കൊണ്ടുവരാൻ ഒരുപാട് ശ്രമം നടത്തി. ഞാൻ സാക്ഷരതാ രംഗത്ത് അങ്ങനെ പലപ്പോൾ വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പിന്തിരിഞ്ഞ് പോവുകയാണ് ഉണ്ടായത്. ഞാൻ ഈ ആ മേഖലയിലെല്ലാം സഞ്ചരിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ പിന്നീട് ആൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കാം എന്നെ അടുപ്പിക്കാതിരിക്കാൻ. തീർച്ചയായും അതിൻ്റെ പ്രത്യാഘാതമായിട്ടാണ് ഇപ്പോൾ ഈ ഡിവിഷൻ സർവേയിലൊക്കെ പരമാവധി ഒഴിവാക്കാൻ നോക്കുന്നത്. ഉണ്ടായിരിക്കാം, അത് സ്വാഭാവിക. രാഷ്ട്രീയക്കാരനല്ല, ഞാൻ തുറന്ന് പറയുന്ന ഒരാളാണ്. ഒരു പ്രാവശ്യം മാധവേട്ടൻ്റെ അനുസ്മരണത്തിലാണ് ഞാൻ കുറച്ച് വെട്ടി തുറന്ന് പറഞ്ഞത്. അതോടുകൂടി എൻ്റെ ചീട്ട് കയറി. അതുകൊണ്ട് എനിക്ക് വിരോധമില്ല. ഞാൻ പക്ഷേ എതിർപ്പാളത്തിലേക്ക് പോവില്ല, തീർച്ചയായിട്ടും അത് സംഭവിക്കില്ല. പക്ഷേ ഇങ്ങനെ പെരുമാറുന്നത് കൊണ്ടാണ് ആളുകൾ തീരുമാനിക്കുന്നത് ഇവർക്കൊരു അടി കൊടുക്കണമെന്ന്. ഇവർക്ക് അടി കൊടുക്കണം. പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന എന്താണ്? വർഗീയ വിരുദ്ധ ജനവിരുദ്ധ ശക്തികൾ ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ നാട്ടിൽ അരാജകത്വം വർദ്ധിക്കും. ഇപ്പോൾ ഈ കുട്ടികളൊരു സംഘം വളരെ ചെറുപറ മനുഷ്യരെല്ലാം ഡെപ്പോസിറ്റ് കുട്ടികളുടെ സംഘത്തെക്കുറിച്ച് നേരത്തെ ആരോപണം ഉണ്ടായിരുന്നു. അതിൻ്റെ സെക്രട്ടറിയും ഒരു കോൺഗ്രസ് നേതാവും ചെയർമാൻ പ്രസിഡൻ്റായിട്ട് ഒത്തുകളിച്ച് അവരുടെ വ്യവസായത്തിനെ വികസിപ്പിക്കാൻ ഫണ്ട് ഒക്കെ മറിക്കുന്നു എന്നൊക്കെ വലിയ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വ്യവസായം വികസിച്ചു, അദ്ദേഹം പണിയെടുത്ത സ്ഥലം ഇല്ല, അവർ നശിച്ചു, ഇയാൾ വിജയിച്ചു എന്ന് പറയുന്ന ആരോപണവും സംസാരമൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ ലോകത്തുള്ളതാണ്. ഇതേപോലെ കമ്മ്യൂണിസ്റ്റുകാരും വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. പക്ഷേ കുറച്ചു കാലം കൊണ്ട് അങ്ങനെ ഉണ്ടായി. KM രാധാകൃഷ്ണനെ പോലുള്ള, നേരത്തെ പറഞ്ഞ KM രാധാകൃഷ്ണനെ കൊണ്ടുവന്നു, വലിയ ആഘോഷമാക്കി. പിന്നീട് രാധാകൃഷ്ണനെ ഒതുക്കാനുള്ള പരിപാടി. KM രാധാകൃഷ്ണൻ സജീവമായിരിക്കുമ്പോൾ തന്നെ റിക്സ്മെൻസ് വളരെ ജൂനിയറായിട്ട്, അവൻ്റെ അച്ഛനാണ് കുറച്ച് സീനിയറായിരുന്നത്. അതിനേക്കാൾ മുകളിൽ ഒരുപാട് ആളുകളുണ്ടെങ്കിലും അവരൊന്നൊക്കെ പരിഗണിക്കാതെ റിക്സനെ തൻ്റെ കാലിൻ്റെ ചോട്ടിൽ നിർത്താൻ കഴിയുമെന്നുള്ള വിശ്വാസത്താൽ റിക്സൺ പ്രസിഡൻ്റാക്കുകയാണ്. റിക്സൺ പ്രസിഡന്റ് വന്നതോടുകൂടി MN ശശി വളരെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള സെക്രട്ടറിയാണ്. എന്നിട്ട് അയാളെ പോലും ധിക്കരിക്കുന്ന രീതിയിൽ ഈ പയ്യൻ വലുതാവുകയാണ്. എല്ലാവിധ സംവിധാനങ്ങളും എല്ലാ അധികാരവും ഇവന് അനുവദിച്ചു കൊടുക്കുകയും ബൂത്ത് ഡിവിഷൻ കൗൺസിലറായി വളർക്കാൻ നിർത്തുകയും ചെയ്തു. തോറ്റു എന്നുള്ളത് മറ്റൊരു കാര്യം. തോൽക്കാൻ കാരണം പ്രധാനപ്പെട്ടും ഇത് തന്നെയായിരുന്നു. ഇങ്ങനെ ജനാധിപത്യ വിരുദ്ധമായ ഉൾപ്പാട്ട് ജനാധിപത്യം ഇല്ലാതിരിക്കുകയും സ്വയംവിമർശനം ഇല്ലാതിരിക്കുകയും വിമർശനം നടത്താതിരിക്കുന്ന വലിയൊരു അരാജകത്തിൻ്റെ, ഒരു ഗുണ്ടാ സംഘത്തിൻ്റെ അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധ സംഘടനയായി ഇത് മാറുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാനൊക്കെ സംസാരിക്കേണ്ടി വരുന്നത്. ഒരു CPM തകരുന്നതല്ല പ്രശ്നം. ഈ CPM ഏത് പാർട്ടിയാവട്ടെ ഉൽപ്പാദിപ്പിക്കുന്ന ചൂട്, അസഹിഷ്ണുതയുടെ ചൂട്, വെറുപ്പിൻ്റെ ചൂട്, ഗുണ്ടായുസത്തിൻ്റെ ചൂട്, ഇത് സമൂഹത്തെ നശിപ്പിക്കും എന്നുള്ളതാണ്. ഇപ്പം ജയനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഈ അവിടെയുള്ള ജീവനക്കാർ പേടിച്ചിട്ട് വേറൊരു BJPയുടെ യൂണിയനിലേക്ക് ചേരാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ ഭയപ്പെടുത്തി പ്രസ്ഥാനത്തിൻ്റെ ഗുണാംശം നഷ്ടപ്പെട്ട് പ്രസ്ഥാനം പ്രതിസ്ഥാനത്ത് നിർത്തുന്ന അവസ്ഥയിലേക്ക് ഒല്ലൂർ മാറിയിരിക്കുന്നു. അതുകൊണ്ട് വളരെ വിഷമത്തോടി കൂടി ഞാൻ പറയട്ടെ,
കണ്ടംകൊളുത്തി ആരെന്ത് പറഞ്ഞാലും മാധവേട്ടനും കെയിലൊക്കെ ഉണ്ടാക്കി അത് വികസിപ്പിക്കാൻ കണ്ടംകൊളുത്തി നടത്തിയ പരിശ്രമങ്ങൾ നിസ്സാരമല്ല എന്നാണ്. അതവസരത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഒല്ലൂരിൻ്റെ കരുണാകരനാണ് കുതന്ത്രങ്ങളുടെ രാജാവാണ്. കുനട്ടും കുശുമ്പും കുതന്ത്രവും അദ്ദേഹത്തിൻ്റെ ജന്മസിദ്ധമാണെന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. അതിൻ്റെ അദ്ദേഹത്തെ മൂക്ക് കയറിയിടാൻ, അദ്ദേഹത്തെ വിമർശിക്കാൻ ആളില്ലായതോടെ അദ്ദേഹം നശിച്ചു. അദ്ദേഹം ക്രൂരനായി മാറി എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് അതിന് യഥാർത്ഥ ഉത്തരവാദികൾ അണികളാണ് എന്നാണ് ഞാൻ വളരെ സ്നേഹപൂർവ്വം കണ്ടംകൊളുത്തിയോടും KP പോളിനോടൊക്കെ പറയുള്ളത്. നിങ്ങൾ രാജിവെക്കണം എന്നാണ്. തെറ്റുകൾ പറ്റാം നമുക്ക്, ആ തിരുത്തലാണ് ആവശ്യം. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ജനങ്ങളുടെ തോൾ കയറി നിൽക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഉയരം. എല്ലാവിധ ഏകാധിപത്യത്തെയും, എല്ലാവിധ ജനവിരുദ്ധ നയങ്ങളെയും, എല്ലാവിധ അടിമത്തത്തെയും എതിർത്ത് തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവേണ്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ഞങ്ങളൊക്കെ ആളുകളെ, അല്ലെങ്കിൽ DAFലേക്ക് ആളുകളെ ക്ഷണിച്ചത്. അതിന് വിരുദ്ധമായ നിലപാട് നിങ്ങൾ കുറേ കാലം കൊണ്ട് നടത്തിയിരിക്കുന്നു. വളരെ സ്നേഹപൂർവ്വം വേദനയോടുകൂടി പറയുന്നു, നിങ്ങൾ പാർട്ടിയെ സഹായിച്ചതിൽ അപ്പുറം പാർട്ടിയെ നശിപ്പിച്ചിരിക്കുന്നു, പ്രസ്ഥാനത്തെ നശിപ്പിച്ചിരിക്കുന്നു. വ്യക്തികേന്ദ്രിതമായി മാറിക്കൊണ്ട് വ്യക്തി നേട്ടങ്ങൾക്ക് വേണ്ടി. കണ്ടംകൊളുത്തിയെക്കുറിച്ച് എനിക്ക് ജില്ലയിൽ നിന്ന് പാർട്ടി വേറെ ആളുകൾ പറയുന്നത് തങ്ങൾ ഡീലിൻ്റെ ആളെന്നും കൂടി കേൾക്കുമ്പോൾ ഞാൻ അമ്പരന്ന് പോവുകയാണ്. നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ സാധിക്കും? ഇലക്ഷൻ പ്രിൻസിന് ഇങ്ങനെ ഈ ഇടത്തലക്കാരന് പൈസ മേടിക്കാൻ പറ്റൂ? KP പോളിന് അതിന് പങ്ക് പറ്റാൻ പറ്റൂ? നിങ്ങൾ ഇതിനാണ് ഈ ആളുകൾ ഭയപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, സ്നേഹബുദ്ധിയെ പറയുന്നു, നിങ്ങൾ രാജിവെച്ച് ഒഴിയണം എന്നതാണ്. അതേ അവസരത്തിൽ ബാൻഡ് സമ്മേളനം നടക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട അണികളോട് നിങ്ങൾ മാത്രമേ ഇത് രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ മറ്റൊരു ഭാഗത്ത് ഞാൻ സംസ്ഥാന തലത്തിലേക്ക് സംസാരിക്കും. നിങ്ങൾ ആത്മാർത്ഥമുള്ളവരാണെങ്കിൽ, സാധാരണ അണികളെല്ലാം ആത്മാർത്ഥമുള്ളവരാണ്, മരിക്കാൻ തയ്യാറാവും. നിങ്ങൾക്ക് വേറൊരു നേട്ടം താല്പര്യങ്ങളില്ല എങ്കിൽ നിങ്ങൾ മനുഷ്യരുടെ പക്ഷത്ത്, കഷ്ടപ്പെടുന്നവരുടെ പക്ഷത്ത്, ദുരിതം അനുഭവിക്കുന്നവരുടെ പക്ഷത്ത്, വേദന അനുഭവിക്കുന്നവരുടെ പക്ഷത്ത്, അടിച്ചമർത്തുന്നവരുടെ പക്ഷത്ത്, അക്രമം നേരിടുന്നവരുടെ പക്ഷത്ത് ആണെങ്കിൽ ഏത് കൊലക്കൊമ്പനായാലും, ജനങ്ങളെ ദ്രോഹിക്കുന്ന ഏത് കൊലക്കൊമ്പനോ അധികാര കേന്ദ്രമോ അതിനെ എതിർത്ത് തോൽപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ, അത്തരം ആഗ്രഹത്തിൻ്റെ സഫലീകരണമാണ് DFIയും CPM എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഇനിയും നിങ്ങൾ നിശബ്ദരായിരിക്കരുത്. ഒരുപാട് മനുഷ്യർ തങ്ങളുടെ ജീവിതം ഒഴിഞ്ഞുവെക്കുകയും രക്തം നൽകുകയും കുടുംബം നഷ്ടപ്പെടുത്തുകയുമായിട്ടാണ് ഈ പ്രസ്ഥാനം വലുതായത്. രക്തസാക്ഷികൾ ഞങ്ങളോട് ജീവിക്കുന്നെന്ന് വെറുതെ ഒരു മുദ്രാവാക്യ സ്റ്റൈലല്ല. ഓരോ കുടുംബത്തിനും നഷ്ടപ്പെടുന്ന ഓരോ വ്യക്തികളെയും അവരുടെ അച്ഛനമ്മയ്ക്കും തീരാ നഷ്ടമാണ്. അത് പകരം വെക്കേണ്ടത് നമ്മളിലൂടെയാണ്. രക്തസാക്ഷി മരിക്കില്ല, ഞങ്ങളിലൂടെ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ നാം എല്ലാവിധ കള്ളത്തരങ്ങളെയും, എല്ലാവിധ അഴിമതിയെയും, അക്രമങ്ങളെയും, സ്വജനപക്ഷപാതയും, ഏകാധിപത്യ പ്രവണതയും എല്ലാത്തിനും എതിർത്ത് തോൽപ്പിച്ചാൽ മാത്രം നിങ്ങൾക്ക് വേണ്ട സ്ഥാനം കിട്ടുമില്ലായിരിക്കും. പക്ഷേ നമ്മൾ ചരിത്രത്തിൽ നിങ്ങൾ തെറ്റുകാരായിരിക്കില്ല. അതിന് കഴിവുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചോദ്യം ഉയർത്തുക, ഉന്നയിക്കുക. ഇത്തരം തെമ്മാടിത്തം ചെയ്യുന്നവർ മാറി നിൽക്കാൻ വേണ്ടി പറയുക. ഈ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ശക്തമായി പ്രതികരിക്കുക. നിങ്ങൾ അടിമകളല്ലെന്നും പോസ്റ്റർ ഒട്ടിക്കുന്നവരും ജാഥ നടത്തുന്നവരും തല്ലാൻ വേണ്ടിയിട്ടുള്ളവർ മാത്രമല്ലെന്നും ധിക്കാരത്തോടുകൂടി സംസാരിക്കാനും പ്രതികരിക്കാനും കഴിവുള്ള, ആത്മാഭിമാനമുള്ള, അല്ലെങ്കിൽ വർഗബോധമുള്ള ഉശരന്മാരായ, ധീരന്മാരായ പ്രവർത്തകരാണ് ഞങ്ങളെന്ന് തെളിയിക്കേണ്ട സമയമാണ് ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ. അതിന് നിങ്ങൾ തുനിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കൽ പോലും ഇനി നിങ്ങൾ വല്ലവരുടെ വാക്കുകൊണ്ട് മറ്റുള്ളവരെ കൊല ചെയ്യാനോ, ആക്രമിക്കാനോ, ഇടിച്ചു താഴ്ത്താനോ, ഒഴിവാക്കാനോ ഏർപ്പെടരുത്. നിങ്ങൾ ഒരുപാട് മനുഷ്യർ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. ഈ ലോകം നശിക്കാൻ പാടില്ല, ജോലി നശിക്കാൻ പാടില്ല, നാട് നശിക്കാൻ പാടില്ല. നമ്മുടെ അമ്മമാരുടെ, സഹോദരിമാരുടെ, സഹോദരന്മാരുടെ, അച്ഛന്മാരുടെ, അതുപോലെ മറ്റുള്ളവരുടെ ദുഃഖങ്ങളെ നമുക്ക് ചേർത്തുന്നുകൊണ്ട്
പിടിച്ച് അവരെ സഹായിക്കാൻ, അവർക്ക് ആശ്രയം കൊടുക്കാൻ, അഭയം കൊടുക്കാൻ, അവർക്ക് ആത്മവിശ്വാസം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒന്നാം ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്.